വെൽക്കം ടു ലേണിനോ. ഇന്ന് നമ്മൾ നോക്കുന്നത് RRB NTPCയുടെ ടോപ്പിക്കായിട്ടുള്ള ഇന്ത്യൻ എക്കണോമി എന്നുള്ള ടോപ്പിക്കാണ്. അപ്പൊ നമുക്ക് ആദ്യം എക്കണോമിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഇന്ത്യൻ എക്കണോമിയിലേക്ക് കയറുന്നതിന് നമുക്ക് എക്കണോമിക്സ് ഇൻട്രൊഡക്ഷൻ കുറച്ച് നോക്കാം. അപ്പൊ നമുക്ക് എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ്, അല്ലെ? ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് that deals with the study of production, distribution and consumption of goods and services. ഇപ്പൊ എക്കണോമിക്സ് എന്ന് പറഞ്ഞാല് ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ്, സയൻസിന്റെ ഒരു ശാഖയാണ്. എന്തിനെ കുറിച്ചിട്ടാണ് ഇത് പഠിക്കുന്നത്? പ്രൊഡക്ഷൻ, ഉൽപാദനവും വിതരണവും, പിന്നെന്താണ് ഉപഭോഗവും, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദനവും ഉപഭോഗവും വിതരണത്തെ കുറിച്ചിട്ടാണ് എന്തെന്ന് പറയുന്നത്? എക്കണോമിക്സ് അഥവാ സാമ്പത്തിക ശാസ്ത്രത്തിൽ പറയുന്നത്. അതിന് അടുത്ത് നമ്മളോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സ്റ്റഡി ഓഫ് വെൽത്ത്. സ്റ്റഡി ഓഫ് വെൽത്തിനെ എന്താണ് പറയുന്നത്? സ്റ്റഡി ഓഫ് വെൽത്തിനെ എന്താണ് പറയുന്നത്? അപ്നോളജി. സ്റ്റഡി ഓഫ് വെൽത്ത്, സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ് എന്തെന്ന് പറയുന്നത്? അപ്നോളജി എന്ന് പറയുന്നത്. സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ് അപ്നോളജി. ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ്. മോഡേൺ എക്കണോമിക്സിന്റെ പിതാവ് ആരാണ്? ആദം സ്മിത്ത് ആണ്. മോഡേൺ എക്കണോമിക്സിന്റെ പിതാവ് ആരാണ്? ആദം സ്മിത്ത് ആണ്. ബുക്ക് ഓഫ് ആദം സ്മിത്ത്. ആദം സ്മിത്തിന്റെ ബുക്ക് എന്താണ്? വെൽത്ത് ഓഫ് നേഷൻ ആണ്. ആദം സ്മിത്ത്, ബുക്ക് ഓഫ് ആദം സ്മിത്ത് ആണെന്ന് പറയുന്നത് വെൽത്ത് ഓഫ് നേഷൻ. ബുക്ക് ഓഫ് ആദം സ്മിത്ത്, ആദം സ്മിത്തിന്റെ ബുക്കാണ് വെൽത്ത് ഓഫ് നേഷൻ. മോഡേൺ ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? ആദം സ്മിത്ത് ആണ്. സമ്പത്തിനെ കുറിച്ചുള്ള പഠനത്തെ എന്താണ് അറിയപ്പെടുന്നത്? അപ്നോളജി. സമ്പത്തിനെ കുറിച്ചുള്ള പഠനത്തെ അപ്നോളജി എന്നറിയപ്പെടുന്നു. ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ് ആരാണ്? ആദം സ്മിത്ത്. ആദം സ്മിത്തിന്റെ ബുക്ക് എന്താണ്? വെൽത്ത് ഓഫ് നേഷൻസ്. അപ്പൊ നമുക്ക് അത്രയും കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഇനി നമുക്ക് laissez-faire policy is a policy of non-interference by government in economic activities. laissez-faire policy എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടു? എക്കണോമിക്സുമായി ബന്ധപ്പെട്ട പോളിസിയാണ്. ഗവൺമെന്റിന്റെ നോൺ ഇന്റർഫറൻസ് അതായത് സാമ്പത്തികമായ കാര്യങ്ങളിൽ ഗവൺമെന്റിന്റെ ഇന്റർഫറൻസ് കുറവായിരിക്കണം എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? laissez-faire policy എന്ന് പറയുന്നത്. laissez-faire policy is related to എന്താണ്? ആദം സ്മിത്ത്. ആദം സ്മിത്തിനെ കുറിച്ച് പറയുന്നതാണ് laissez-faire policy എന്ന് പറയുന്നത്. ലോ ഓഫ് ഡിമാൻഡ്. ലോ ഓഫ് ഡിമാൻഡ് പ്രപ്പോസ് ചെയ്തതാരാണ്? ആൽഫ്രഡ് മാർഷൽ ആണ്. ആൽഫ്രഡ് മാർഷൽ ആണ് ലോ ഓഫ് ഡിമാൻഡ് പ്രപ്പോസൽ ചെയ്തത്. ലോ ഓഫ് ഡിമാൻഡ് സ്റ്റേറ്റ്സ് ദാറ്റ് there is inverse relation between quantity and price. ക്വാണ്ടിറ്റിയും പ്രൈസും തമ്മിൽ എന്താണ്? ഇൻവേഴ്സ് റിലേഷൻ ആണ് ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് ലോ ഓഫ് ഡിമാൻഡ് ആണ്. ലോ ഓഫ് ഡിമാൻഡ് സ്റ്റേറ്റ്സ് ദാറ്റ് there is inverse relation between quantity and price. അപ്പൊ അത്രയും കാര്യങ്ങളാണ് laissez-faire പോളിസി എന്ന് പറയുന്ന പോളിസി എന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ ഇന്റർഫറൻസ് ബൈ ഗവൺമെന്റ് ഇൻ എക്കണോമിക് ആക്ടിവിറ്റീസ്. എക്കണോമിക് ആക്ടിവിറ്റീസിൽ ഗവൺമെന്റിന്റെ ഇന്റർഫറൻസ് കുറവായിരിക്കണം എന്ന് പറയുന്നതാണ് laissez-faire പോളിസി എന്ന് പറയുന്നത്. laissez-faire പോളിസി റിലേറ്റഡ് ടു laissez-faire പോളിസി എന്ന് പറയുന്നത് എന്തിനായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? ആദം സ്മിത്തുമായി റിലേറ്റ് ചെയ്യുന്നു. ലോ ഓഫ് ഡിമാൻഡ്. ലോ ഓഫ് ഡിമാൻഡ് വാസ് പ്രൊപ്പോസ്ഡ് ബൈ എന്താണ്? ആൽഫ്രഡ് മാർഷൽ ആണ്. ലോ ഓഫ് ഡിമാൻഡ് സ്റ്റേറ്റ്സ് ദാറ്റ് there is inverse relation between quantity and price. ക്വാണ്ടിറ്റിയും പ്രൈസും ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. അതായത് ക്വാണ്ടിറ്റി കൂടുതലാണെങ്കിൽ എന്തായിരിക്കും? പ്രൈസ് കുറവായിരിക്കും. ലോ ഓഫ് ഡിമാൻഡ് ആരാണ്? ആൽഫ്രഡ് മാർഷൽ ആണ്. ആദം സ്മിത്ത് laissez-faire പോളിസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അടുത്തത് നാഷണൽ ഇൻകം ആൻഡ് പെർ ക്യാപിറ്റ ഇൻകം ആണ്. നാഷണൽ ഇൻകം എന്ന് പറയുന്നത് ഈസ് എ സം ടോട്ടൽ ഓഫ് ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കൺട്രി. ഒരു രാജ്യത്ത് ഉണ്ടാക്കുന്ന ആകെ ഗുഡ്സ്, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ തുകയാണ് എന്തെന്ന് പറയുന്നത്? ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം, അതായത് യൂഷ്വലി 1 ഇയർ, 1 ഇയറിൽ
ഒരു രാജ്യത്തുണ്ടാക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ തുകയാണ് എന്തെന്ന് പറയുന്നത് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. നാഷണൽ ഇൻകം ഈസ് സം ടോട്ടൽ ഓഫ് ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കൺട്രി ഇൻ എ പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം, യൂഷ്വലി 1 year. In India, financial system start from 1st April and ends 31st March next year. അപ്പൊ ഇന്ത്യയില് ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് April 1 തൊട്ട് March 31 വരെയാണ് ഇന്ത്യയില് ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം an official agency appointed by the government of India for estimating national income was Central Statistical Organization 1951. അപ്പോൾ ഒരു ഒഫീഷ്യൽ ഏജൻസി appointed by the government of India for estimating national income എന്ന് പറയുന്നത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആണ്. 1951 എന്ത് ചെയ്തത് ഇത് നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ് ചെയ്തത്. അപ്പൊ ഇന്ത്യ ഫിനാൻഷ്യൽ ഇയർ എന്നാണ് April 1 തൊട്ട് March 31 വരെയാണ് ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നത് ഫിനാൻഷ്യൽ ഇയർ തുടങ്ങുന്നത്. GDP എന്ന് വെച്ചാൽ എന്താണ്? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആണ്. അടുത്ത ഇറ്റ് ഈസ് ദ വാല്യൂ ഓഫ് ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ എ കൺട്രി ഡ്യൂറിങ് എ ഗിവൺ പീരീഡ്. ഇപ്പൊ ഒരു രാജ്യത്ത് ഉണ്ടാക്കുന്ന വാല്യൂ ഓഫ് ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ എ കൺട്രി ഡ്യൂറിങ് എ ഗിവൺ പീരീഡ് ആണ് എന്തെന്ന് പറയുന്നത് GDP എന്ന് വെച്ചാൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആണ്. GDP എന്ന് വെച്ചാൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആണ്. ഇപ്പൊ നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാല് സം ടോട്ടൽ ഓഫ് ആൾ ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ തുകയെ നമ്മൾ ദേശീയ വരുമാനം നാഷണൽ ഇൻകം എന്ന് പറയുന്നു. അപ്പൊ ഇന്ത്യയിൽ ഫിനാൻഷ്യൽ ഇയർ April 1 തൊട്ട് March 31 വരെയാണ് ഇന്ത്യയിൽ എന്തുള്ളത് ഫിനാൻഷ്യൽ ഇയർ ഉള്ളത്. An official agency appointed by government of India for estimating national income. നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒഫീഷ്യൽ ഏജൻസി എന്ന് പറയുന്നത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആണ് 1951. ഇപ്പൊ GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആണ്. ഇറ്റ് ഈസ് ദ വാല്യൂ ഓഫ് ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ എ കൺട്രി ഡ്യൂറിങ് എ ഗിവൺ പീരീഡ്. അടുത്തത് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് ആണ്. ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? GNP എന്ന് പറയുന്നത് സം ടോട്ടൽ ഓഫ് ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ നാഷണൽസ് ഓഫ് എ കൺട്രി ഡ്യൂറിങ് എ ഇയർ. അതാണ് GNP എന്ന് പറയുന്നത്. GNP എന്ന് പറഞ്ഞാൽ എന്താണ്? സം ടോട്ടൽ ഓഫ് ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ നാഷണൽ. അതായത് ഒരു ഇന്ത്യൻ രാജ്യത്തിനകത്തുള്ള നാഷണൽസ് ഒരു വർഷം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസിനെയാണ് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതില് വിദേശികളുടെ ഒന്നും സേവനം വരത്തില്ല. അടുത്ത നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിൽ നിന്നും തേയ്മാനം കുറയ്ക്കുന്നതിനാണ് നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ഒരു വർഷത്ത് ഇന്ത്യക്ക് അകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ തുക മൈനസ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ തേയ്മാനമാണ്. അതായത് കാലപ്പഴക്കം മൂലം ഉണ്ടാകുന്ന തേയ്മാനം ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നതാണ്. GDP മൈനസ് ഡിപ്രീസിയേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് കിട്ടും. ഇപ്പൊ ഡിപ്രീസിയേഷൻ എന്ന് വെച്ചാൽ എന്താണ്? മീൻസ് എ ഡിക്രീസ് ഇൻ ആൻ അസറ്റ് വാല്യൂ കോസ്ഡ് ബൈ അൺഫേവറബിൾ മാർക്കറ്റ് കണ്ടീഷൻ. Depreciation means a decrease in an asset value caused by unfavorable market condition ആണ്. അപ്പൊ NNB എന്ന് വെച്ചാൽ നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് ആണ്. If the value of depreciation is deducted from the value of GNB in a year, we obtain the value net national product. ഇപ്പൊ നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ if the value of depreciation is deducted from the value of GNB, നമുക്ക് എന്ത് കിട്ടും? നമുക്ക് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് കിട്ടും. The value of depreciation is deducted from the value of GNB, near to net national product കിട്ടും. നാഷണൽ പ്രൊഡക്റ്റ് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് ഉണ്ടല്ലോ GNB, അതിൽ നിന്ന് എന്ത് ചെയ്യണം? ഡിപ്രീസിയേഷൻ കുറയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് കിട്ടും. GNBയിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കുമ്പോഴത്തേക്ക് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് കിട്ടും. നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്ത എന്താണ്? പേഴ്സണൽ ഇൻകം. പേഴ്സണൽ ഇൻകം എന്ന് പറയുന്നത് ടോട്ടൽ വാല്യൂ ഓഫ് മണി ഇൻകം ആക്ച്വലി റിസീവ്ഡ് ബൈ ഇൻഡിവിജ്വൽ ഫ്രം ഓൾ സോഴ്സസ് ഡ്യൂറിങ് എ പർട്ടിക്കുലർ ഇയറിനെയാണ് എന്ന് പറയുന്നത് പേഴ്സണൽ ഇൻകം എന്ന് പറയുന്നത്.
അപ്പൊ ഒരാൾക്ക് ഒരു വർഷം എല്ലാ വിധത്തിലും കിട്ടുന്ന വരുമാനത്തിനെയാണ് പേഴ്സണൽ ഇൻകം എന്ന് പറയുന്നത്. എന്താണ് ഒരാളുടെ വരുമാനം എന്ന് പറയുന്നത്. പിന്നെ ടോട്ടൽ വാല്യൂ മണി ഇൻകം ആക്ച്വലി റിസീവ്ഡ് ബൈ ഇൻഡിവിജ്വൽസ് ഫ്രം ഓൾ സോഴ്സസ് ഡ്യൂറിങ് എ പർട്ടിക്കുലർ ഇയർ ആണ്. ഡിസ്പോസിബിൾ ഇൻകം എന്താണ്? ഇറ്റ് ഈസ് ദ ഇൻകം remaining with individuals after the deduction of all taxes levied against their income and their property by the government. അപ്പൊ all sources during a particular disposable income എന്ന് വെച്ചാൽ ഒരാളുടെ കയ്യിൽ റിമെയിൻ ചെയ്യുന്നത്, അതായത് എല്ലാ ടാക്സസുകളും കൂടി ഒരു ഇൻകത്തിൽ ഉണ്ടാകുന്ന ടാക്സസുകൾ ഡിസ്പോസ് ചെയ്തിട്ട് ടാക്സസുകളുടെ ഡിഡക്ഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള ഇൻകത്തെ എന്ത് പറയും? ആ ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയും. ഒരാളുടെ വരുമാനത്തിൽ നിന്നും ടാക്സുകളെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഇൻകത്തെ എന്ത് പറയും? ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയാം. ഡിസ്പോസിബിൾ ഇൻകം എന്നാണ് പറയുന്നത്. അടുത്തത് എന്താണ്? പെർ ക്യാപിറ്റ ഇൻകം. പെർ ക്യാപിറ്റ ഇൻകം എന്ന് വെച്ചാൽ it refers to national income divided by the population of the country. അതായത് എന്താണ് പെർ ക്യാപിറ്റ ഇൻകം എന്ന് വെച്ചാൽ എന്താണ്? നാഷണൽ ഇൻകം ഡിവൈഡഡ് ബൈ പോപ്പുലേഷനെ ആണെന്ന് പറയുന്നത്. പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് നാഷണൽ ഇൻകം ഡിവൈഡഡ് ബൈ എന്താണ്? പോപ്പുലേഷനെ ആണ് നമ്മൾ എന്ന് പറയുന്നത് പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത്. പെർ ക്യാപിറ്റ ഇൻകം എന്ന് വെച്ചാൽ നാഷണൽ ഇൻകം ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ ആണെന്ന് പറയുന്നത് പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത്. അടുത്ത ഫാദർ ഓഫ് ഇന്ത്യൻ എക്കണോമി. ഇപ്പൊ ഫാദർ ഓഫ് ഇന്ത്യൻ എക്കണോമി എന്ന് പറയുന്നത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ആരാണ്? ദാദാഭായ് നവറോജിയാണ് ഫാദർ ഓഫ് ഇന്ത്യൻ എക്കണോമി എന്ന് പറയുന്നത്. അതായത് ദ ഫസ്റ്റ് പേഴ്സൺ അറ്റംപ്റ്റഡ് ടു കാൽക്കുലേറ്റ് നാഷണൽ ഇൻകം ഇൻ ഇന്ത്യ. ഇന്ത്യയില് ദേശീയ വരുമാനം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്ന ആദ്യത്തെ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ദാദാഭായ് നവറോജി. ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയ വ്യക്തിയാണ് ആര്? ദാദാഭായ് നവറോജി. ഫസ്റ്റ് പേഴ്സൺ അറ്റംപ്റ്റഡ് ടു കാൽക്കുലേറ്റ് നാഷണൽ ഇൻകം ഇന്ത്യ, ദാദാഭായ് നവറോജി. അപ്പൊ ഇന്ത്യൻ എക്കണോമിയുടെ പിതാവ് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. അപ്പൊ ദ പ്രൊപ്പൗണ്ടർ ഓഫ് ബ്രെയിൻ ഡ്രെയിൻ തിയറി. ബ്രെയിൻ ഡ്രെയിൻ തിയറിയുടെ പ്രൊപ്പൗണ്ടർ ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ബ്രെയിൻ ഡ്രെയിൻ തിയറിയുടെ പ്രൊപ്പൗണ്ടർ ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ദ ഓതർ ഓഫ് പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അപ്പം ഓതർ ഓഫ് പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ആരാണ്? ദാദാഭായ് നവറോജിയാണ്. അപ്പൊ പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ അതിന്റെ പിന്നെ ഓതർ ഓഫ് പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ദാദാഭായ് നവറോജിയാണ്. ദാദാഭായ് നവറോജിയാണ് ഓതർ ഓഫ് പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ദാദാഭായ് നവറോജിയാണ്. അടുത്തത് ഫാദർ ഓഫ് ഇന്ത്യൻ എക്കണോമി. ഇന്ത്യൻ എക്കണോമിയുടെ ഫാദർ ആരാണ്? ദാദാഭായ് നവറോജി. ഫസ്റ്റ് പേഴ്സൺ അറ്റംപ്റ്റഡ് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. പ്രൊപ്പൗണ്ടർ അത് നമ്മൾ ഇതെല്ലാം പറഞ്ഞതാണ്. ഓതർ ഓഫ് പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ദാദാഭായ് നവറോജി ആണെന്നുള്ളതും പറഞ്ഞിട്ട കാര്യമാണ്. അപ്പൊ ഇന്ത്യൻ എക്കണോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഇന്ത്യ എന്ന് പറയുന്നത് ഡെവലപ്പിംഗ് കൺട്രിയാണ്. ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? വികസിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു കൺട്രിയാണ് എന്ന് പറയുന്നത്. ഇന്ത്യ വികസിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു കൺട്രിയാണ്. ആൻഡ് അവർ കൺട്രി ഈസ് എ മിക്സഡ് എക്കണോമി. നമ്മുടെ രാജ്യത്ത് എന്ത് എക്കണോമിയാണ്? മിക്സഡ് എക്കണോമിയാണ്. അപ്പൊ സോഷ്യലിസ്റ്റും എക്കണോമിയും എല്ലാം കൂടി വരുന്ന ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയും സോഷ്യലിസ്റ്റ് എക്കണോമിയും കൂടെ മിക്സ് ചെയ്ത് വരുന്ന ഒരു എക്കണോമിയാണ് മിക്സഡ് എക്കണോമി എന്ന് പറയുന്നത്. നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി. അപ്പൊ ഈ നാഷണൽ അതായത് ഇന്ത്യക്ക് ഒരു ആസൂത്രണം ഒരു 5 ഇയർ പ്ലാൻസ് ഒക്കെ വേണമെന്ന് പറഞ്ഞു കൊണ്ടുവന്നത് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി ആണ്. 1938 എന്തെന്ന് പറയുന്നത് ഈ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി വരുന്നത്. അപ്പൊ അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് ജവഹർലാൽ നെഹ്റു. ആരുടെ ചെയർമാൻഷിപ്പിലാണ്? ജവഹർലാൽ നെഹ്റുവിന്റെ ചെയർമാൻഷിപ്പിലാണ്. അപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ്. ആൻഡ് അവർ കൺട്രി ഈസ് എ മിക്സഡ് എക്കണോമി. National Planning Committee was set up in 1938 under the chairmanship of Jawaharlal Nehru. First attempt to initiate economic planning in India was made by M. Vishwesvaraya. അപ്പൊ ഫസ്റ്റ് ആദ്യത്തെ അറ്റംപ്റ്റ് ടു ഇനിഷ്യേറ്റ് എക്കണോമിക് പ്ലാനിങ്. അപ്പൊ ഒരു ഇക്കണോമിക് പ്ലാനിങ് ഇനിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ അറ്റംപ്റ്റ് എന്ന് പറയുന്നത് എം വിശ്വേശ്വരയ്യയാണ് കൊണ്ടുവന്നത്. അപ്പം വിശ്വേശ്വരയ്യയുടെ ബുക്ക് എന്താണ്? പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ ആണ്.
പ്ലാന്റ് എക്കണോമി ഫോർ ഇന്ത്യ ആണ് വിശ്വേശ്വരയ്യയുടെ ബുക്ക് എന്ന് പറയുന്നത്. എം വിശ്വേശ്വരയ്യ എന്ന് പറയുന്നത് പോപ്പുലർലി നോൺ ആസ് ഫാദർ ഓഫ് ഇന്ത്യൻ പ്ലാനിങ് ആൻഡ് ഫാദർ ഓഫ് ഇന്ത്യൻ എഞ്ചിനീയറിംഗ്. അപ്പൊ ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെയും ഇന്ത്യയുടെ പ്ലാനിങ്ങിന്റെയും ഫാദർ എന്ന് പറയുന്നത് ആരെയാണ്? എം വിശ്വേശ്വരയ്യയാണ്. അപ്പൊ ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെയും ഇന്ത്യൻ പ്ലാനിങ്ങിന്റെയും ഫാദർ ആരാണ്? എം വിശ്വേശ്വരയ്യയാണ്. വിശ്വേശ്വരയ്യയുടെ ബുക്ക് എന്താണ്? പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ ആണ്. എഞ്ചിനീയേഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്താണ്? സെപ്റ്റംബർ 15-നാണ്. എഞ്ചിനീയേഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് സെപ്റ്റംബർ 15-നാണ്. അപ്പൊ ഇന്ത്യൻ എക്കണോമി, ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഡെവലപ്പിംഗ് കൺട്രി ആണ്. അപ്പൊ ഇന്ത്യയുടെ കൺട്രി എന്ന് പറയുന്നത്, ഇന്ത്യ എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ്? മിക്സഡ് എക്കണോമിയാണ്. ഇപ്പൊ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി 1938 അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഫസ്റ്റ് അറ്റംപ്റ്റ് ടു ഇനിഷ്യേറ്റ് എക്കണോമിക് പ്ലാനിങ് ഇന്ത്യ. ഇപ്പൊ ഇന്ത്യയുടെ എക്കണോമിക് പ്ലാനിങ് പറയുന്നത് ഫസ്റ്റ് അറ്റംപ്റ്റ് ടു ഇനിഷ്യേറ്റ് എക്കണോമിക് പ്ലാനിങ് ഇൻ ഇന്ത്യ വാസ് മെയ്ഡ് ബൈ എം വിശ്വേശ്വരയ്യ ആണ്. ബുക്ക് ഓഫ് വിശ്വേശ്വരയ്യ പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ ആണ്. എം വിശ്വേശ്വരയ്യ ഇസ് പോപ്പുലർലി നോൺ ആസ് എന്താണ്? ഫാദർ ഓഫ് ഇന്ത്യൻ പ്ലാനിങ് ആൻഡ് ഫാദർ ഓഫ് ഇന്ത്യൻ എഞ്ചിനീയറിംഗ് എന്നറിയപ്പെടുന്നു. എഞ്ചിനീയേഴ്സ് ഡേ എന്ന് പറയുന്നത് സെപ്റ്റംബർ 5 ബർത്ത്ഡേ ഓഫ് ആരാണ്? ബർത്ത്ഡേ ഓഫ് എം വിശ്വേശ്വരയ്യാണ്. എം വിശ്വേശ്വരയ്യാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി കാണുമല്ലോ. ഇന്ത്യൻ എക്കണോമിയുടെ ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. അപ്പൊ ഇനി ഫാദർ ഓഫ് ഇന്ത്യൻ ബഡ്ജറ്റ്. ഫാദർ ഓഫ് ഇന്ത്യൻ ബഡ്ജറ്റ് ആരാണ്? PC മഹലനോബിസ് ആണ്. ആരാണ്? PC മഹലനോബിസ് ആണ് ഫാദർ ഓഫ് ഇന്ത്യൻ ബഡ്ജറ്റ്. The father of Indian budget, PC Mahalanobis. Father of Indian statistics, PC Mahalanobis. Founder of the Indian Statistical Institute, PC Mahalanobis. Indian Statistical Institute ന്റെ പിതാവ് ആരാണ്? PC Mahalanobis. Indian Statistics ന്റെ പിതാവ് PC Mahalanobis. Father of Indian budget, PC Mahalanobis ആണ്. അപ്പൊ എന്താണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ? ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ എന്നാണ് ജൂൺ 29. ഫസ്റ്റ് ഒഫീഷ്യൽ അറ്റംപ്റ്റ് ടു കാൽക്കുലേറ്റ് നാഷണൽ ഇൻകം ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് മേഡ് ബൈ ദാദാഭായ് നവറോജി 1967. ഫസ്റ്റ് സയന്റിഫിക് മെത്തേഡ് ടു കാൽക്കുലേറ്റ് നാഷണൽ ഇൻകം ഡോക്ടർ ആരാണ്? VKRV റാവു 1931. അപ്പൊ 1931 ഡോക്ടർ VKRV റാവു ആണ് എന്ത് ചെയ്തത്? ആദ്യത്തെ ശാസ്ത്രീയമായ മെത്തേഡ് ടു കാൽക്കുലേറ്റ് നാഷണൽ ഇൻകം. നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യമായി ശാസ്ത്രീയമായ ഒരു മെത്തേഡ് കൊണ്ടുവന്ന ഡോക്ടർ VKRV റാവു 1931. അപ്പം ആദ്യമായിട്ട് ഔദ്യോഗികമായിട്ട് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇന്ത്യ ദാദാഭായ് നവറോജിയാണ് 1867. ഇപ്പം ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ എന്നാണ് ജൂൺ 29-നാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ എന്ന് പറയുന്നത് ജൂൺ 29-നാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ബാലൻസ് നമുക്ക് വേറൊരു ക്ലാസ്സിലൂടെ നോക്കാം.